എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. ഒരിക്കലൊരു വലിയ പണക്കാരൻ്റെ ഭവനത്തിൽ ഒരു കുട്ടി തൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പളുങ്ക് പാത്രം ഉണ്ടായിരുന്നു. ആ പളുങ്ക് പാത്രം താൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൈ തട്ടി താഴെ വീണ് പൊട്ടിപ്പോയി. ഇത് അവിടുത്തെ വേലക്കാരൻ കണ്ടു. വേഗം തന്നെ വേലക്കാരനെ കണ്ട് ഈ കുട്ടി ആകെ ഭയപ്പെട്ടു. ഇത് പറഞ്ഞു, അയ്യോ, പപ്പയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാത്രമാണ് ഇത് താഴെ വീണത്, പപ്പയോട് പറയരുത് എന്ന് പറഞ്ഞു യാചിച്ചു. വേലക്കാരൻ പറഞ്ഞു, ഞാൻ പറയില്ല. കുട്ടിയെ ധൈര്യപ്പെടുത്തി. പക്ഷേ പിറ്റേ ദിവസം വേലക്കാരൻ പറഞ്ഞു, പളുങ്ക് പാത്രത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, പപ്പ അന്വേഷിച്ചു, ഞാനത് എവിടെയാണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പളുങ്ക് പാത്രം പൊട്ടിയ കാര്യം ഞാൻ വേണമെങ്കിൽ പപ്പയോട് പറയാം, ഇല്ലെങ്കിൽ മോനെ എനിക്കൊരു കാര്യം ചെയ്യാം, എനിക്കൊരു 10,000 രൂപ തന്നാൽ ഞാൻ പറയില്ല. വേഗം തന്നെ കുട്ടി പപ്പയുടെ പണപ്പെട്ടിയിൽ നിന്ന് പണമിരിക്കുന്ന ഭാഗത്തിൽ നിന്ന് ഓടിച്ചെന്ന് 10,000 രൂപ എടുത്ത് പപ്പ കാണാതെ എടുത്ത് കൊടുത്തു. പിറ്റേ ദിവസമായി പിന്നെയും ഇത് തന്നെ ആ വേലക്കാരൻ ആവർത്തിച്ചു. അവസാനം കുട്ടിക്ക് ആകെ വിഷമമായി. ആ കുട്ടി ഒരിക്കൽ ഇങ്ങനെ ചിന്തിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി ചിന്തിച്ചു, ഇല്ല, ഞാൻ എൻ്റെ പപ്പയോട് ആ വിഷയം പറയും, ഉറപ്പായിട്ടും പറയും. വേഗം തന്നെ കുട്ടി ആ തീരുമാനം എടുത്ത് സധൈര്യം എന്ത് തന്നെ വന്നാലും, പപ്പ ഇനി അടിക്കുകയോ എന്ത് വേണമെങ്കിലാകട്ടെ, എന്ത് തന്നെ വന്നാലും ഞാൻ പപ്പയോട് പറയുന്നുള്ളത് ധൈര്യത്തോടെ അവൾ ഓടിച്ചെന്ന് ആ പപ്പയോട് പറഞ്ഞു, പപ്പേ, എനിക്കിങ്ങനെ ഒരു പറ്റിപ്പോയി, പപ്പേ, എന്നോട് ക്ഷമിക്കണമേ. അതുമാത്രമല്ല, അതിൻ്റെ പേരിൽ നമ്മുടെ വേലക്കാരൻ എന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ പപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ, ഞാൻ വീടിൻ്റെ മുകളിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു, ഇത് പൊട്ടിപ്പോണം, നീ എന്നാണ് ഇതെന്നോട് തുറന്നു പറയുന്നത് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. നിന്നെ ചൂഷണം ചെയ്യുന്ന വ്യക്തിയെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തിരുവചനമായ ബൈബിൾ സദൃശവാക്യങ്ങൾ 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരോ കരുണ ലഭിക്കും. കണ്ടോ, ലംഘനങ്ങൾ, നമ്മുടെ പാപപ്രവൃത്തികളെ മറച്ചു വെച്ചുകൊണ്ടിരിക്കും തോറും നമുക്കൊരു നല്ല ശുഭത ലഭിക്കുകയില്ല. എന്നാൽ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ അത് കേട്ട് നമുക്ക് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ പിതാവിനെ പോലെ നമ്മുടെ ദൈവം കൂടെയുണ്ട്. ലംഘനങ്ങളെ ക്ഷമിച്ച് ശുഭകരമായി സന്തോഷത്തോടെ ഉന്മേഷത്തോടെ യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് ദൈവം സഹായിക്കട്ടെ. ഈ ആശ്വാസ വചനം, ഈ ശുഭചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.